വെൽക്കം സ്റ്റുഡൻസ്. ഇന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്ന ഭാഗങ്ങൾ കുറച്ച് എക്സ്പെൻസുകളെ കുറിച്ചാണ്. അതായത് വേജസ്, സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചിലവിനെയാണ് വേജസ് എന്ന് പറയുന്നത്. വേജസിന് വേറൊരു പേരുണ്ട്, പ്രൊഡക്റ്റീവ് വേജസ് അഥവാ മാനുഫാക്ചറിങ് വേജസ്. വേജസ് എന്ന് പറഞ്ഞാലും പ്രൊഡക്റ്റീവ് വേജസ് എന്ന് പറഞ്ഞാലും മാനുഫാക്ചറിങ് വേജസ് എന്ന് പറഞ്ഞാലും പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചിലവാണ്. അതുകൊണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചിലവ് ആയതുകൊണ്ട് അതിനെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നു. അപ്പോൾ വേജസ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. വേജസ് 3 പേരിൽ അറിയപ്പെടുന്നു. അതെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസിൽ വരുന്നു. കാരേജ് കൊടുക്കുന്നു, വാഹനക്കൂലി കൊടുക്കുന്നു, അതൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പർച്ചേസിൻ്റെ കൂടെ ഉണ്ടാകുന്ന എക്സ്പെൻസ് ആണ് കാരേജ് ഓർ കാരേജ് ഇൻവേഴ്സ്. ഒക്ട്രോയ് കൊടുക്കുന്നു, കോൾ ആൻഡ് ഗ്യാസ്, വാട്ടർ, ഇങ്ങനെയുള്ള എക്സ്പെൻസുകളെല്ലാം പർച്ചേസിൻ്റെ കൂടെ ഏതൊക്കെ എക്സ്പെൻസുകൾ ഉണ്ടായാലും അതിനെയെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസ് എന്നാണ് പറയുന്നത്. അതുപോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം വരുന്ന, അതായത് ഒരു ബിസിനസ്സുകാരൻ സാലറി കൊടുക്കുന്നു, അത് പർച്ചേസുമായി ബന്ധപ്പെടുന്നതല്ല. ആ ബിസിനസ്സിലെ ഒരു വർഷം ഒരു വ്യക്തിക്ക് അല്ലെ എല്ലാവർക്കും സാലറി കൊടുക്കുന്നു. ആ എക്സ്പെൻസിനെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നാണ് പറയുന്നത്. റെൻറ്റ് കൊടുക്കുന്നു. ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് എക്സാമ്പിൾ സാലറി, റെൻറ്റ്, ഓഡിറ്റ് ഫീസ്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, ജനറൽ എക്സ്പെൻസ്, ഡിപ്രീഷിയേഷന്, റിപ്പയേഴ്സ്, ഓഡിറ്റ് ഫീസ്, കാരേജ് ഔട്ട്വേഴ്സ്. ബാഡപ്സ് ഒരു നഷ്ടമാണ്, അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിലാണ് വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇവയെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളിൽ വരുന്നു. അപ്പോൾ ഈ ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണെന്നും ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണെന്നും അതുപോലെ ഇൻഡയറക്റ്റ് ഇൻകം ഉണ്ട്. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, പലിശ കിട്ടുന്നു. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻഡയറക്റ്റ് ഇൻകമാണ്. ഡിസ്കൗണ്ട് അലൗഡ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻട്രസ്റ്റ് പെയ്ഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻഡയറക്റ്റ് ഇൻകമാണ്. റെൻറ്റ് റിസീവ്ഡ് അത് വരവാണ്, അതും ഇൻഡയറക്റ്റ് ഇൻകത്തിൽ വരുന്നു. ഇൻകത്തിനെ എല്ലാം ക്രെഡിറ്റ് സൈഡിൽ എഴുതണം, എക്സ്പെൻസ് ആൻഡ് ലോസിനെ ക്രെഡിറ്റ് സൈഡിലും എഴുതണം. ഇങ്ങനെ ഡയറക്റ്റ് എക്സ്പെൻസിനെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഏതാ, ഇവയെല്ലാം വേറെ വേറെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുവാനോ ഗ്രോസ് പ്രോഫിറ്റോ നെറ്റ് പ്രോഫിറ്റോ കണ്ടുപിടിക്കുവാനോ കഴിയത്തുള്ളൂ. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ലാഭത്തിനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ സെയിൽസിൽ നിന്ന് പർച്ചേസ് ചെയ്തത് അതുമായി ബന്ധപ്പെടുന്ന എക്സ്പെൻസുകളെല്ലാം കുറച്ച് കഴിയുമ്പോൾ ഗ്രോസ് കിട്ടുന്ന പ്രോഫിറ്റാണ് ഗ്രോസ് പ്രോഫിറ്റ്. മൊത്തത്തിലുള്ള ലാഭമാണത്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ എക്സ്പെൻസുകളും ടോട്ടൽ ഇൻകത്തിൽ നിന്നും എല്ലാ എക്സ്പെൻസുകളും കുറച്ച് കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എന്താണ്, നെറ്റ് പ്രോഫിറ്റ് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വിൽപ്പനയിൽ നിന്നും ടോട്ടൽ പർച്ചേസും അതുമായി ബന്ധപ്പെടുന്ന എക്സ്പെൻസുകളും കുറച്ച് കിട്ടുന്ന എന്നതിനെയാണ് ഗ്രോസ് പ്രോഫിറ്റ്, മൊത്ത ലാഭം എന്ന് പറയുന്നത്. ഒരു വർഷത്തെ എല്ലാ എക്സ്പെൻസുകളും ടോട്ടൽ ഇൻകത്തിൽ നിന്നും കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അറ്റ ലാഭമാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു ടാലി ചെയ്യുമ്പോൾ അതിൻ്റെ അണ്ടറിൽ ഓരോ ഐറ്റവും ഇൻഡയറക്റ്റ് പർച്ചേസുമായി ബന്ധപ്പെടുന്നത് എല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസിലും, അതായത് അതിന് ശേഷമുള്ള എക്സ്പെൻസുകളെല്ലാം വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ പർച്ചേസുമായി ബന്ധപ്പെടുന്ന എക്സ്പെൻസ് ഡയറക്റ്റ് എക്സ്പെൻസും ബാക്കി വരുന്ന എക്സ്പെൻസുകളെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ആണ്. അപ്പോൾ അണ്ടർ എഴുതുമ്പോൾ സാലറി ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, റെൻറ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഓഡിറ്റ് ഫീസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഡിപ്രീഷിയേഷൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഇൻട്രസ്റ്റ് ഓൺ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്
ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. റെൻറ്റ് റിസീവ്ഡ് ഇൻട്രസ്റ്റ് ഇൻകം ആണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഇങ്ങനെയുള്ള ഓരോ ഐറ്റവും അതിൻ്റെ അണ്ടറും പഠിക്കണം. അതെല്ലാം പഠിച്ചതിന് ശേഷം നമുക്ക് പഠിച്ചാൽ ഈ അക്കൗണ്ടിങ്ങിൻ്റെ കൂടെ തന്നെ ഈ അണ്ടറൂടെ പഠിച്ചു പോയാൽ ടാലിക്കകത്ത് എല്ലാം നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അടുത്ത എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത ക്ലാസ് അടുത്ത ദിവസം ഉണ്ടായിരിക്കുന്നതാണ്.